ഞങ്ങൾ ചെറുപ്പം മുതലേ വളരെ കൂട്ടായി എൻ്റെ ഒരു നാട്ടുകാരനുപരി കൂടപ്പുറപ്പായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ്. 2017 ഞങ്ങൾ ഒരുമിച്ച് കുവൈത്തിലേക്ക് പോയത്. ഞങ്ങൾ 3 വർഷത്തോളം ഒരുമിച്ച് ഒരേ ഷോപ്പിൽ, ഒരേ കമ്പനിയുടെ കീഴിൽ, ഒരേ റൂമിൽ ഞങ്ങൾ താമസിച്ചവരാണ്. ഞാൻ നാട്ടിൽ വന്നു, അവന് നാട്ടിൽ വന്നു. തിരിച്ച് കുവൈത്തിലേക്ക് തന്നെ പോയി ഞാനിവിടെ നിന്നു. പേഴ്സണൽ കാര്യങ്ങളായി ഇവിടെ നിന്നു. അവനവിടെ പോയി വേറെ കമ്പനിയിലേക്ക് മാറി. NBTCയുടെ കീഴിലുള്ള ഹൈവേ ഹൈപ്പറിലാണ് അവൻ ജോലി ചെയ്തിരുന്നത്. അവിടെ സെക്ഷൻ ഇൻചാർജ് ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. കുഴപ്പമില്ലാതെ അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്ന ഇടയിലാണ് ഈ ഒരു ദുരന്തം അവനെ തേടിയെത്തിയത്. നാട്ടുകാർക്കൊന്നും ഉൾക്കൊള്ളാനാവാത്ത അത്ര വിഷമത്തിലാണ് എല്ലാവരും. കാരണം അവൻ ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ സാംസ്കാരിക എല്ലാ വേദികളിലും അവൻ്റെ സാന്നിധ്യം അവൻ അറിയിച്ചിട്ടുണ്ട്. അവൻ ഈ നാടിൻ്റെ ഒരു തീരെ ദുഃഖത്തിലേക്കാണ് ഈ നാടിനെ കൊണ്ടുവന്നത്. ലാസ്റ്റ് അവൻ്റെ കുട്ടിച്ചൻ്റെ മകൻ്റെ കല്യാണത്തിനായിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അത് എന്തോ ലീവ് കിട്ടാത്ത എന്തോ കാരണം കൊണ്ട് നീണ്ടുപോയി. അവന് ഓണത്തിന് എന്തായാലും എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഓണത്തിന് ലീവിന് വരാനിരിക്കെ ആണ് ഈ ദുരന്തം അവന് തേടിയെത്തിയത്. എന്താണ് ഇപ്പം ഈ മൃതദേഹം അങ്ങോട്ട് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ എനിക്ക് സുഹൃത്തുക്കളുമായി അറിയാൻ കഴിഞ്ഞത്, അവിടെ ഇന്ത്യയുടെ കേന്ദ്ര സഹമന്ത്രി അടക്കം എല്ലാ എംബസി പ്രതിനിധികളുണ്ട്. അവിടെ എല്ലാ ഇന്ത്യക്കാർ ഉൾപ്പെട്ട ഒന്നിച്ചിട്ടുള്ള ഒരു 50ഓളം പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവർ ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണെന്ന് പറഞ്ഞ് അവരെ സൈന്യത്തിൻ്റെ വിമാനത്തിൽ, ചാർട്ടേഡ് വിമാനത്തിലാണ് വരുമെന്ന് പറഞ്ഞത്. പക്ഷെ അതിൽ 2-3 ആൾക്കാരെ തിരിച്ചറിയാൻ വൈകുന്നത് കൊണ്ടാണ് നീണ്ടുപോകുന്നത്. അവരുടെ DNA ടെസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുമെന്ന വിശ്വാസത്തിലാണ്. അവനെ ഒരു നോക്ക് കാണാൻ ഈ നാട്ടിലെ എല്ലാവരും കാത്തിരിക്കുകയാണ്. വളരെ വിഷമത്തോടല്ലാതെ ഈ വാക്കുകൾ പറയാൻ കഴിയില്ല. കുടുംബം വളരെ സാധാരണ കുടുംബമാണ്. ഇവന്റെ ഒരു വരുമാന മാർഗം തന്നെയാണ് പ്രധാന. അവൻ്റെ അച്ഛന് മുൻ ബ്ലോക്ക് മെമ്പറായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലാണ്. അവൻ്റെ അച്ഛനും അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ. പെങ്ങളെ വിവാഹം കഴിച്ച് വീട്ടിലാണ്. ഇവൻ്റെ വരുമാനമാണ് പ്രധാന ഒരു വരുമാന മാർഗം. കല്യാണം കഴിഞ്ഞ് 2019 നവംബറിലാണ് അവൻ്റെ കല്യാണം കഴിഞ്ഞ് 4 വർഷം ആകുന്നേ ഉള്ളൂ.